ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുബോർഡ്. മക്കളെ, ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഷുവർ ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് 80 മാർക്കിൻ്റെ പേപ്പറാണ്. 2 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിഫൈൻ കൊളോണിയലിസം. ഓക്കെ, ഡിഫൈൻ എന്ന് പറഞ്ഞ് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിന് വേണമെങ്കിൽ മാർക്കറ്റ് അല്ലേ ചോദിക്കാം. അങ്ങനെ പലതും നമുക്ക് ഡിഫൈൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ഉണ്ട് അല്ലേ. അപ്പോൾ കൊളോണിയലിസം ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. എന്താണ് കൊളോണിയലിസം അറിയാലോ. നമ്മുടെ ബ്രിട്ടീഷുകാരുടെ വരവും ഒക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്താണ് കൊളോണിയലിസം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മുകളിൽ അല്ലേ രാഷ്ട്രീയപരമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കലാണ്. ഇപ്പോൾ ബ്രിട്ടൻ ഇന്ത്യൻ്റെ പേരിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 മാർക്കിനൊക്കെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വെസ്റ്റേണൈസേഷൻ. അറിയാലോ, ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് MN ശ്രീനിവാസന്. അപ്പോൾ എന്താണ് വെസ്റ്റേണൈസേഷൻ അല്ലെങ്കിൽ പാശ്ചാത്യവൽക്കരണം കൊണ്ട് അർത്ഥമാക്കി നമുക്ക് അത് മാത്രം ഒരു 6 മാർക്കിനും 5 മാർക്കിനും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ നമുക്കറിയാം സാൻസ്ക്രിറ്റൈസേഷനും അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അതിൽ സാൻസ്ക്രിറ്റൈസേഷനിൽ എന്താ പറയുന്നത്, ആ ഒരു സമയത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഉയർന്ന ജാതിക്കാരെ പോലെ ആവാൻ ശ്രമിക്കുന്ന അതേ സമയത്ത് തന്നെ ഉയർന്ന ജാതിക്കാർ വെസ്റ്റേണൈസേഷൻ ആവാൻ വേണ്ടി പാശ്ചാത്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് എന്ത് ചെയ്യുക പഠിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മുടെ ലൈവിൽ. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ദ ട്രാൻസ്ഫോർമേഷൻ റൂറൽ സൊസൈറ്റി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഗ്രാമീണ സമൂഹത്തിൻ്റെ പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ് അറിയാലോ. ഒരുപാട് മാറ്റങ്ങൾ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരുപാട് മാറ്റം ഇപ്പോൾ ജമീന്ദാർ സിസ്റ്റം അബോളിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലാൻഡ് സീലിംഗ് ആക്ട് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തത് വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ. എന്താണ് ആഗോളവൽക്കരണം. ദെൻ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ റൂറൽ സൊസൈറ്റി. ഇന്ത്യയിലെ ഗ്രാമീണ സമൂഹത്തിലെ ഹരിത വിപ്ലവത്തിൻ്റെ വിമർശനാത്മകമായിട്ട് നെഗറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനെക്കുറിച്ച് പറയാം. അത് പറയുന്ന ഒരു റീജിയണൽ ഡിസ്പാരിറ്റീസ് അല്ലെ, പ്രാദേശികമായിട്ടുള്ള അസമത്വങ്ങൾ പറയുന്നുണ്ട്. പഞ്ചാബ്, ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രദേശങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റുകളെല്ലാം കിട്ടിയപ്പോൾ ബാക്കി കിട്ടാത്ത പ്രദേശങ്ങൾ പിന്നോക്കമായിട്ട് നിൽക്കുകയും ഒരു അസമത്വം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഇനീക്വാലിറ്റീസ്. ദെൻ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു റിച്ച് ഫാർമർ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതേപോലെ ഒരു പുവർ ഫാർമേഴ്സ് എന്നുള്ള വിഭാഗം കൂടെ, അങ്ങനെ 2 ഫാർമർ വിഭാഗമായിട്ട് മാറുന്ന സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. അടുത്ത് വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഡൊമിനൻ്റ് കാസ്റ്റ്. അപ്പോൾ അറിയാലോ എന്താണ് ഡൊമിനൻ്റ് കാസ്റ്റ്. MN ശ്രീനിവാസൻ്റെതാണ്. അപ്പോൾ ആ ഒരു ഡൊമിനൻ്റ് കാസ്റ്റ് പീപ്പിൾസ് നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ സ്റ്റേറ്റ് ഏതൊക്കെ ഭാഗത്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ MN ശ്രീനിവാസൻ്റെ കോൺസെപ്റ്റാണ് അവരുടെ ഒരു സ്ട്രെങ്ത് അല്ലേ, ന്യൂമറിക്കലി അവരെന്താണ് ആ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഉള്ള സ്ട്രെങ്ത് ഉള്ള വിഭാഗമാണ്. ദെൻ ഇക്കോണമിക്കലി അവിടുത്തെ സാമ്പത്തികപരമായിട്ടുള്ള പവറും ദെൻ നല്ല ഭൂമിയും കാര്യങ്ങളും അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വിഭാഗമായിരിക്കാം. അതേപോലെ അവർക്ക് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും അവരുടെ പക്കൽ ഉണ്ടായിരിക്കും. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ദി വൻ പഞ്ചായത്ത്. ഓക്കെ, വൻ പഞ്ചായത്ത്, ന്യായ പഞ്ചായത്ത്, പഞ്ചായത്ത് രാജ്. ഓക്കെ, ഈ ടോപ്പിക്സുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. വൻ പഞ്ചായത്ത് അറിയാലോ, നമ്മുടെ ഉത്തരാഖണ്ഡിലാണ് ഇത് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു മെയിൻ റീസൺ ചിപ്കോ മൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾ ഓർക്കും. ഇതിൻ്റെ കൂടെ ഒക്കെ ചിപ്കോ മൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾ മെൻഷൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ മാർക്കിനനുസരിച്ച് കേട്ടോ. 2 മാർക്കിനാണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല, എന്താണ് വൻ പഞ്ചായത്ത് എന്ന് മാത്രം എഴുതിയാൽ മതി. 5 മാർക്കിന് 6 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചിപ്കോ മൂവ്മെൻറ്റും കൂടെ ഒക്കെ ആഡ് ചെയ്ത് എഴുതുമ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിലാണ് അല്ലേ, അവിടുത്തെ ഒരു അനിയന്ത്രിതമായിട്ടുള്ള മരം വെട്ടലിനെതിരെയുള്ള പ്രതിഷേധമാണ് നമ്മുടെ വൻ പഞ്ചായത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ
സിക്കോ മൂവ്മെൻ്റ് അറിയാം, ആ മരങ്ങളെല്ലാം ഹഗ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ ഒരു സ്ട്രഗിൾ അവർ നിലനിർത്തുന്നുണ്ട്. സ്ത്രീകളാണ് മുന്നോട്ട് വരുന്നത്. അതുപോലെ കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്, സമൂഹാടിസ്ഥാനത്തിലുള്ള വന നിർമ്മാണങ്ങൾ. അപ്പോൾ ഒരു കുന്നിന് അവരെന്ത് ചെയ്യുന്നുണ്ട്, മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, ദെൻ പാരിസ്ഥിതിക സംരക്ഷണം. മരങ്ങൾ വെട്ടി നശിപ്പിക്കാൻ ഈസിയാണ്, പക്ഷെ വെച്ച് പിടിപ്പിക്കാനല്ലേ അതിനൊരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകുക. അപ്പോൾ ഈ വനങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രകൃതിക്ക് ഒരുപാട് സംരക്ഷണം, മനുഷ്യനായാലും എന്തല്ലേ ഈ മണ്ണൊലിപ്പ് തടയുക, അതുപോലെ ഒരു പരിധി വരെ നമ്മുടെ ലാൻഡ് സ്ലൈഡുകളൊക്കെ പിടിച്ചു നിർത്താൻ അതിന് ഒരു ശ്രമമുണ്ട്. ദെൻ ലിവ്ലിഹുഡ് സപ്പോർട്ട്, ഗ്രാമജീവിതത്തിനും അത് പിന്തുണ നൽകുന്നുണ്ട്. അടുത്തൊരു ടോപ്പിക്കാണ് ഡിഫൈൻ പ്രഷർ ഗ്രൂപ്പ്. ഓക്കെ, ഈ പ്രഷർ ഗ്രൂപ്പ്, ഗിവൻ ദ എക്സാമ്പിൾ ഓഫ് പ്രഷർ ഗ്രൂപ്പ് ഇൻ ഇന്ത്യൻ ഡെമോക്രസി. പ്രഷർ ഗ്രൂപ്പിനെ നിർവചിക്കുക. ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രഷർ ഗ്രൂപ്പിൻ്റെ 2 ഉദാഹരണങ്ങൾ നൽകുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, അത് നോക്കാം കേട്ടോ. എ പ്രഷർ ഗ്രൂപ്പ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് try to influence government policies and decision without seeking political power. Their aim is to protect or promote the interest of a specific section of society. ഇവിടെ പറയുന്നുണ്ട്, ഒരു രാഷ്ട്രീയ അധികാരം നേടാൻ ശ്രമിക്കാതെ സർക്കാരിൻ്റെ നയങ്ങളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടിത കൂട്ടായ്മയാണ് എന്ത് പറയുന്നത്, പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഈ പ്രഷർ ഗ്രൂപ്പിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് പ്രഷർ ഗ്രൂപ്പിൻ്റെ. ഒന്ന് നമ്മുടെ ഭാരതീയ കിസാൻ യൂണിയന്, അതുപോലെ തന്നെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എക്സാമ്പിളായിട്ട് കൊടുക്കാം. അടുത്തൊരു 2 മാർക്കിന് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്ലെക്സി ടൈം. എന്താണ് ഫ്ലെക്സി ടൈം? ഓക്കെ, ഇറ്റ് ഈസ് ദ വർക്കിംഗ് ഹവർ സിസ്റ്റം വേർ employees can choose their starting and ending work time as long as they complete the required number of working hours. ഇത് ഒരു ലാഘവമുള്ളൊരു ജോലി സമയം എന്ന് നമുക്കതിനെ പറയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ജീവനക്കാർക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അല്ലേ, ഇപ്പോൾ 9 മണി എന്ന് വേണം നിർബന്ധമൊന്നുമില്ല, പകൽ തന്നെ ജോലി ചെയ്യണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഇഷ്ടമുള്ള സമയത്ത് ഇനിയിപ്പോൾ രാത്രി വേണമെങ്കിൽ രാത്രിയാകാം. ജോലിക്ക് തുടങ്ങാനും അവസാനിക്കുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കൊരു ഫ്ലെക്സി ടൈം നിശ്ചയിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെക്സി ടൈമൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അടുത്തൊരു ടോപ്പിക്കാണ് ദ മെൻഷൻ പ്രീ കൊളോണിയൽ പീരിയഡ് അർബൻ സെൻറ്റേഴ്സ് ആണ്. കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള നഗര കേന്ദ്രങ്ങളെ കുറിച്ചാണ് ഇവിടെ. അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. ഇതിൽ ഫസ്റ്റ് വൺ ഇത് പോർട്ട് സിറ്റീസ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ പോർട്ട്? പണ്ടത്തെ കൊളോണിയലിസം വരുന്നതിൻ്റെ മുന്നേയുള്ള ഇന്ത്യയിൽ പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങളാണ് സൂറത്ത്, മുസ്ലിപട്ടണം, കാലിക്കറ്റ്. ഓക്കെ, അതൊക്കെ ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരങ്ങളെ വളർന്നു വന്ന പ്രധാനപ്പെട്ട നമ്മുടെ തുറമുഖങ്ങളായിരുന്നു. ഇവിടെ നമുക്കറിയാം അല്ലേ, പണ്ട് കാലങ്ങളിൽ അറബി, യൂറോപ്യൻ, ആഫ്രിക്കൻ വ്യാപാരികൾ അല്ലേ പല കച്ചവടത്തിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അടുത്ത ക്രാഫ്റ്റ് ആൻഡ് മാർക്കറ്റ് ടൗൺസ് ആണ്, വ്യവസായ വിപണി നഗരങ്ങളാണ് പാറ്റ്ന, ധാക്ക, മുർഷിദാബാദ്, ജയ്പൂർ. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം. നെയ്ത്ത് അതുപോലെ കൈശില്പം, ആഭരണം തുടങ്ങിയ ശില്പങ്ങൾക്കായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള നഗരങ്ങളായിരുന്നു. അടുത്ത സോഷ്യൽ ഇനീക്വാലിറ്റി. ഓക്കെ, ആ ഒരു ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അറിയാലോ, സാമൂഹിക വിഭവങ്ങൾ അസന്തുലിതമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഭവങ്ങൾ മാത്രമല്ല, അവസരങ്ങളാണെങ്കിലും അവകാശങ്ങളാണെങ്കിലും എല്ലാവർക്കും ഈക്വലായിട്ട് ലഭിക്കാത്ത ഒരവസ്ഥയാണ് നമ്മൾ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ സാമൂഹിക അസമത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. ഈ മോഡൽ എക്സാം നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാതെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയി ചിലപ്പോൾ കിട്ടുമോ? നന്നായിട്ട് പഠിച്ചവരാണെങ്കിൽ കിട്ടും, പക്ഷെ പഠിക്കാത്തവർക്കാണെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ,
എന്തായാലും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും ഓരോ ഭാഗങ്ങളും ലൈവിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.